ശ്രീകുമാരൻ തമ്പി സാർ, ലാലേട്ടൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നെനിക്കറിയില്ല. ഒരു പൊളിറ്റിക്കൽ സിനിമയുടെ, ത്രില്ലർ സിനിമയുടെ, ദൃശ്യം 3 പോലുള്ള സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഏകദേശം 10 ദിവസത്തോളം നമ്മളെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ആ സന്തോഷിപ്പിക്കുന്ന വിവരം നമ്മളുടെ ചെവികളിലെത്തിയത്. ഏതായാലും നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകി. ഞാനിപ്പോ ആലോചിക്കുന്നത്, ഇത് നേരെ ഓപ്പോസിറ്റായിരുന്നു കരുതുക. നേരെ ഓപ്പോസിറ്റ്. 102 സീറ്റില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ സീറ്റുകൾ വന്നാൽ സതീഷ് ചേട്ടൻ്റെ അവസ്ഥ എന്തായിരുന്നേനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ട് എന്റെ ഭാവി പോലും കണക്കാക്കാതെ അദ്ദേഹം എടുത്ത വെല്ലുവിളികൾ, അതിന് അഭിനന്ദിക്കാതെ വയ്യ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട്, 100 സീറ്റ് കിട്ടുമെന്ന് എല്ലാ പതിനെട്ട് സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വി.ഡി. സതീശൻ എന്ന നേതാവിൻ്റെ ഒരു ചങ്കൂറ്റം കൊണ്ടായിരുന്നു. മനോരമയിൽ പത്രത്തിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരിചയമുള്ളതിൻ്റെ പേരിൽ ഒരു ഓർമ്മ ഒന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റന്നാളാണ് വന്നെങ്കിൽ ഇന്നാണ് അവർ വിളിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണം, ഞാൻ ഇന്ന് തന്നെ എഴുതി തരാമെന്ന് പറഞ്ഞു. അന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു ഇന്ന് വേണ്ട, നാളെ മതി. ഞാൻ പറഞ്ഞു നാളെ പറ്റൂല, ഞാൻ ഹോസ്പിറ്റലിൽ പോകണം എനിക്ക്. അങ്ങനെ അന്ന് തന്നെ എഴുതി ഞാനത് അയച്ചു കൊടുത്തു, മനോരമയിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പറ്റും, ഇതെൻ്റെ ചങ്കിൽ നിന്ന് എടുത്ത വാചകങ്ങളാണ്, അതൊരിക്കലും നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് നശിപ്പിക്കേണ്ടി വരില്ല. 2 ദിവസം കഴിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും വന്നാലും വന്നില്ലെങ്കിലും ആ ക്യാപ്ഷൻ നന്നായിട്ടുണ്ട്, വനവാസക്കാരൻ്റെ പട്ടാഭിഷേകം. സത്യത്തിൽ അതാണ് നടന്നത്. വനവാസത്തിന് പോവാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ സായുജ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ വി.ഡി. സതീശൻ. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ് പറയാറ്. നല്ല തുടക്കം പകുതി ചെയ്തതിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ നല്ല തുടക്കമായിരുന്നു. അതിമനോഹരമായിട്ട് ഇനിയുള്ള വർഷങ്ങൾ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുഞ്ചിരി, അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ഈ പുഞ്ചിരി, പാൽപുഞ്ചിരി എന്ന് പറയാം, അത് മായാതെ തുടർച്ചയായി സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി സലീമേട്ട. അത്രയും പ്രിയപ്പെട്ട ഒരാൾ കൂടി വിടവാങ്ങി. സലീമേട്ടൻ ആശുപത്രിയിലാണെന്നും നില ഗുരുതരമാണെന്നും അറിഞ്ഞപ്പോഴും മനസ്സ് ഒരിക്കലും ആ അവസാന വാർത്തയെ സ്വീകരിച്ചിരുന്നില്ല. കാരണം ജീവിതത്തിൽ പലതവണ മരണത്തെ മുഖാമുഖം കണ്ടിട്ടും ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ അതിനെ ഒരു ചെറുപിഞ്ചിരിയോടെ തോൽപ്പിച്ച് തിരിച്ചു വന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇത്തവണയും സലീമേട്ടൻ തിരിച്ചു വരും എന്ന വിശ്വാസം എവിടെയോ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ മരണം ജയിച്ചു, നമ്മൾ തോറ്റു. ചില മനുഷ്യരുടെ മരണ വാർത്തകൾ കേൾക്കുമ്പോൾ അതൊരു വ്യക്തിയുടെ മരണം മാത്രമായി തോന്നില്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു കാലഘട്ടം കൂടി അവസാനിച്ചതുപോലെ തോന്നും എന്ന് എനിക്ക് അങ്ങനെ തോന്നുകയാണ്. കറകളഞ്ഞ കലാകാരൻ, അസൽ കോൺഗ്രസ്സുകാരൻ, ഈ 2 വാക്കുകളിൽ സലീമേട്ടനെ അടയാളപ്പെടുത്താം. കലാകാരൻ എന്നാൽ ഇടതുപക്ഷക്കാരനായിരിക്കണം എന്ന വ്യാജ പൊതുബോധത്തെ തൻ്റെ ജീവിതം കൊണ്ടും നിലപാടുകൾ കൊണ്ടും ചോദ്യം ചെയ്ത മനുഷ്യൻ. കോൺഗ്രസിൻ്റെ ഏറ്റവും
പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലും ഒരു മടിയും കൂടാതെ ഞാൻ കോൺഗ്രസ് ആണ് എന്ന് ഉറക്കെ പറഞ്ഞ അപൂർവം വ്യക്തിത്വം. രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾ നോക്കാതെ തൻ്റെ വിശ്വാസങ്ങളോട് ചേർന്ന് നിന്ന മനുഷ്യൻ. 10 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് അധികാരത്തിലെത്തുകയും ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തതിൻ്റെ സ്വീകരണ പരിപാടിയിലാണ് അദ്ദേഹം അവസാനം പങ്കെടുത്തത്. ആ സന്തോഷത്തിൻ്റെ ആഘോഷങ്ങളിൽ ഒരു സാധാരണ പ്രവർത്തകന്റെ ആവേശത്തോടെ പങ്കുചേർന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇനിയും ഒരുപാട് നല്ല ദിവസങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്ന് തോന്നിയിരുന്നു. ആയുസ് അല്പം കൂടി അനുവദിച്ചിരുന്നെങ്കിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് കലാകാരൻ്റെ മുഖമായി ഒരു ഉന്നത സ്ഥാനത്ത് അദ്ദേഹത്തെ കാണാമായിരുന്നു. വിധി പക്ഷേ മറ്റൊന്നായിരുന്നു തീരുമാനം. മലയാള സിനിമയിൽ ഹാസ്യം പലരും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹാസ്യത്തിന് ഒരു പുതിയ ഭാഷയും ശൈലിയും ആത്മാവും നൽകിയവരിൽ മുൻനിരയിൽ സലീമേട്ടനുണ്ട്. നമ്മളെ ചിരിപ്പിച്ച ഓരോ കഥാപാത്രത്തിനുള്ളിലും സമൂഹത്തെ കാണുവാനുള്ള ഒരു കണ്ണും ജീവിതത്തെ വായിക്കുവാനുള്ള ഒരു ബുദ്ധിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ ഒരു സലീം കുമാർ സ്കൂൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നീട് വന്ന എത്രയോ കലാകാരന്മാർ ബോധപൂർവമോ അബോധപൂർവമോ ആ വഴിയെ പിന്തുടർന്നു. എനിക്ക് വ്യക്തിപരമായി സലീമേട്ടൻ ഒരു കലാകാരൻ മാത്രമായിരുന്നില്ല. സന്തോഷ സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരുപാട് ആശ്വാസം പകർന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു ഫോൺ കോൾ മതി പൊട്ടിച്ചിരിയിൽ തുടങ്ങി പൊട്ടിച്ചിരിയിൽ അവസാനിക്കുന്ന സംഭാഷണങ്ങൾ. എത്ര വലിയ സമ്മർദ്ദത്തിനിടയിലും ആ ചിരിയിൽ നിന്ന് ഊർജം കിട്ടുമായിരുന്നു. ചില മനുഷ്യർ അങ്ങനെയാണ്. അവർ കടന്നു വരുമ്പോൾ വെളിച്ചം കടന്നു പോലെ തോന്നും. സലീമേട്ടൻ അത്തരമൊരു വെളിച്ചമായിരുന്നു. ഇന്ന് ആ വെളിച്ചം അണഞ്ഞിരിക്കുന്നു. ആദ്യം ചിരിപ്പിച്ചു, പിന്നെ ചിന്തിപ്പിച്ചു, ഒടുവിൽ കരയിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് അദ്ദേഹം. പക്ഷേ സലീമേട്ടൻ എന്ന കലാകാരൻ മരിക്കുന്നില്ല. മലയാളിയുടെ ചിരിയിലും ഓർമ്മകളിലും രാഷ്ട്രീയ വിശ്വാസങ്ങളിലും ജീവിതത്തെ നേരിടുവാനുള്ള ധൈര്യത്തിലും അദ്ദേഹം ഇനിയും ജീവിച്ചു കൊണ്ടേയിരിക്കും. സലീമേട്ടൻ്റെ ഒരു ഡയലോഗോ ഓരോ മീമോ ഇല്ലാതെ ഒരു ശരാശരി മലയാളിയുടെ ഒരു ദിനം കടന്നു പോകാത്തിടത്തോളം സലീമേട്ടന് മരണമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു കുറിപ്പാണ് ഞാൻ വായിച്ചത്. ഇന്നലെ രാത്രി 10:43 വന്ന വാർത്ത. ആ വാർത്ത നമ്മളെ എല്ലാവരെയും വലിയ സങ്കടത്തിലാഴ്ത്തിയതാണ്. അങ്ങനെയാണല്ലോ പല ആളുകളുടെ ചിലരുടെ മരണങ്ങൾ നമ്മളെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തും. നമ്മുടെ മനസ്സിൽ ഒരു നൊമ്പരമുണ്ടാക്കും. അത്തരം വാർത്തകളിൽ പെട്ട ഒന്നായിരുന്നു സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം. അദ്ദേഹവുമായിട്ട് പല കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ പലപ്പോഴായിട്ട് നമ്മളെ ചിരിപ്പിക്കുകയും നമ്മളെ കരയിപ്പിക്കുകയും നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളെ ഏറ്റുപിടിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ആ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളിലും വിയോജിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ബോധ്യങ്ങളിലും വിയോജിപ്പുണ്ട്. പക്ഷേ ഈ മനുഷ്യനെ പറയാതെ ഇന്നത്തെ ദിവസം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വലിയ അർത്ഥശൂന്യമാണ്. ഇതിൽ രാഹുൽ മാങ്കൂട്ടം കുറിച്ച ഒരു ഒറ്റ വാക്ക് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കായിട്ട് തോന്നുകയാണ്. ഇത്തവണ മരണം ജയിച്ചു, നമ്മൾ തോറ്റു. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ പല തവണകളായിട്ട് ആശുപത്രി കിടക്കയിലേക്ക് എത്തിപ്പെട്ട മനുഷ്യനാണ് ഈ സലീം കുമാർ എന്ന് പറയുന്നത്. പലപ്പോഴും പല എന്താ പറയേണ്ടത് പല ഘട്ടങ്ങളിൽ അദ്ദേഹം കടന്നു തിരിച്ചെത്തി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പല അതിഗുരുതരമായ സിറ്റുവേഷനുകൾ തരണം ചെയ്ത് അദ്ദേഹം തിരിച്ചെത്തി. പക്ഷേ ഈ ഇന്നലെ രാവിലെ പോലും അദ്ദേഹം വെന്റിലേറ്ററിലാണ്, അത്യാസന്ന നിലയിൽ ഗുരുതരമായി തുടരുന്നു എന്ന വാർത്ത കണ്ടപ്പോഴും ആ ഒരു വാർത്ത കണ്ടപ്പോൾ വല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നാലും പിന്നീട് അങ്ങോട്ട് അതേപ്പറ്റിയുള്ള ഒരു അപ്ഡേഷൻ ഒന്നും എവിടെയും കണ്ടില്ല. ഒരു മിന്നായം പോലെ ഒരു വാർത്ത മാത്രം കണ്ടു ഇന്നലെ രാവിലെ, വെന്റിലേറ്ററിലാണ്, നില ഗുരുതരമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അപ്ഡേറ്റുകളൊന്നും കാണാതെ ഇരുന്നപ്പോൾ ഇല്ല, അദ്ദേഹം തരണം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ആഗ്രഹിച്ചു, അങ്ങനെ ചിന്തിച്ചു. പക്ഷേ രാത്രിയായപ്പോൾ വളരെ വൈകി ഈ വാർത്ത വന്നപ്പോൾ, ഏകദേശം 11 മണിയോടൊക്കെ അടുക്കുമ്പോഴാണ് ഈ വാർത്ത വരുന്നത്. ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ഇല്ല,
ആ മനുഷ്യൻ ഓർമ്മയിലേക്ക് മാഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ ഒരു നൊമ്പരം, ഒരു വേദന ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായി. ഏറ്റവും അവസാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ ശാരീരികമായി ബുദ്ധിമുട്ടുകൾക്ക് അപ്പുറം നിന്നുകൊണ്ട് UDFിൻ്റെ വിജയത്തിന് വേണ്ടി ആ മനുഷ്യൻ ഓടി നടന്നു. പലരുമായിട്ട്, നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ആളുകളുമായിട്ട് ആ മനുഷ്യന് വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു. ആ മനുഷ്യൻ പല രീതിയിൽ അയാൾക്ക് നിലപാടുകൾ ഉണ്ടായിരുന്നെങ്കിലും സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ, മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. ആ മനുഷ്യൻ 2026 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആ ചൂടേറ്റിങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ആ മനുഷ്യനെത്തി പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ട്. അവസാനം VD സതീശന്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സ്വന്തം ജന്മനാട് അല്ലെങ്കിൽ പറവൂര്, സ്വന്തം ദേശം നൽകിയ ആ സ്വീകരണ ചടങ്ങിൽ അവസാനമായ ആ മനുഷ്യൻ അവിടെയും എത്തിയപ്പോൾ ഞാൻ ഇപ്പോഴും ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽപ്പെട്ട ഒരു മാധ്യമത്തിൽ വന്ന ഒരു ദൃശ്യമുണ്ട്. ആ സ്റ്റേജിൽ ഇങ്ങനെ കയറി നിന്നിട്ട് പരിപാടി തുടങ്ങിയിട്ടില്ല. ഇദ്ദേഹം ഒരു 5 മിനിറ്റ് നേരത്തെ ആ സ്റ്റേജിലേക്ക് എത്തി. ആ സ്റ്റേജിലേക്ക് കയറിയിട്ട് ആ കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയിൽ ആ മനുഷ്യൻ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ ഒരു ആശ്വാസമെടുക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ട് ആ ഒരു ദൃശ്യം പങ്കുവച്ചിട്ട് അവശതകൾക്കിടയിലും സതീശനെ അനുമോദിക്കാൻ ഓടിയെത്തിയ സലീം കുമാർ എന്ന ക്യാപ്ഷനോട് കൂടി ഒരു ഓൺലൈൻ മാധ്യമം പങ്കുവെച്ച ഒരു ദൃശ്യം. ആ ദൃശ്യം കണ്ടിട്ട് ആ സമയത്ത് വല്ലാത്തൊരു മനസ്സിലൊരു നൊമ്പരമുണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആ മനുഷ്യൻ്റെ മനസ്സിൽ നിറയെ സന്തോഷങ്ങളായിരുന്നു. കാരണം പറവൂരിൽ സതീശൻ്റെ മണ്ഡലമാണ്, സലീം കുമാറിൻ്റെ നാടാണ്. ആ പറവൂരിൽ സതീശന് വേണ്ടിയിട്ട് പ്രചരണത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തി. സതീശന് വേണ്ടി മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ മനുഷ്യനെത്തിയിരുന്നു. പക്ഷേ ഈ ഒരു വിയോഗ വാർത്ത, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആ മനുഷ്യൻ്റെ വിയോഗം നമ്മളിലുണ്ടാക്കുന്ന, അങ്ങനെയാണല്ലോ ചില മരണ വാർത്തകൾ നമുക്കുള്ളിലുണ്ടാക്കുന്ന ചില വേദനകളുണ്ട്. നമ്മളറിയാതെ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും, നമ്മളറിയാതെ നമ്മുടെ മനസ്സൊന്ന് വിങ്ങിപ്പൊട്ടും. അത്തരം വാർത്തകളിൽ ഒന്നായിരുന്നു ഇത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ വായിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു കുറിപ്പാണ്. ഇത്തരം കുറിപ്പുകൾ പലരും പങ്കുവച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലും അദ്ദേഹം ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. വളരെ വേദനാജനകമായി വൈകാരികമായ കുറിപ്പ്. അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള സാംസ്കാരിക മന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പോൾ വിഷ്ണുനാഥുമായി സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. സലീം കുമാറിൻ്റെ സേവനം കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽ എവിടെയെങ്കിലും ഒരിടത്ത് അദ്ദേഹത്തിൻ്റെ സേവനം തേടണമെന്നുള്ള ചില ചർച്ചകൾ നടന്നിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് എന്ന് അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഇന്നലെ സതീശൻ പങ്കുവച്ച ഒരു കുറിപ്പുണ്ട്. ചിരിയുടെ മണവാളൻ മാത്രമായിരുന്നില്ല എനിക്ക് സലീം കുമാർ. അയാളും ഞാനും തമ്മിൽ അതിതീവ്രമായൊരു ആത്മബന്ധമുണ്ട്. VD സതീശൻ്റെ വാക്കുകൾ വൈകാരികത നിറഞ്ഞതാ. വായിക്കുമ്പോൾ നമുക്കും ഉള്ളൊന്ന് പടയും. എൻ്റെ നാടിൻ്റെ അഭിമാനമായ ഒരാൾ, എനിക്കൊരു നിലപാടുണ്ടെന്ന് ഉറക്കെ പറഞ്ഞൊരാൾ, വ്യക്തിപരമായ നഷ്ടങ്ങളെക്കുറിച്ച് അല്പം പോലും ഓർക്കാതെ രാഷ്ട്രീയ നിലപാടിൻ്റെ ദൃഢത ആവർത്തിച്ചു പറയുന്ന ഒരാൾ, ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ ആരെയും ഭയക്കാതിരുന്ന ധീരനായ കലാകാരൻ. എൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം അവകാശം പോലെ പിടിച്ചു വാങ്ങിയ സലീം കുമാർ, പാർട്ടിയുടെ വിജയങ്ങളിൽ അത്രമേലെ സന്തോഷിച്ച കൂടപ്പറപ്പ്, ഹാസ്യം മാത്രമല്ല എന്തും തനിക്ക് വഴങ്ങുമെന്ന് പലവട്ടം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അഭിനയത്തിൻ്റെ പല തലങ്ങളിലും വഴികളിലും സലീം കുമാർ ലോകോത്തര നിലവാരം കാട്ടി. ഒരു മുഖം കൊണ്ട് ചിരി പകരുമ്പോൾ മറുമുഖത്ത് കണ്ണീരിൻ്റെ നനവ് ഹൃദയത്തിലേക്ക് പകരുകയായിരുന്നു സലീം കുമാർ. മലയാള സിനിമയ്ക്ക് ഒരു പ്രതിഭാശാലിയെയും എനിക്ക് എൻ്റെ കൂടപ്പിറപ്പിനെയും നഷ്ടമായി. സലീം കുമാറിന് വിട. എല്ലാവരുടെ വാക്കുകളിലും വൈകാരികതയാ. കാരണം ആ മനുഷ്യന് ഈ പറയുന്ന
നമ്മളൊക്കെ അറിയാത്ത പലരുമായിട്ട് പോലും, ജനങ്ങൾ അത്രയധികം ചർച്ച ചെയ്യാത്ത ആളുകളുമായിട്ട് പോലും ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. 2018 പ്രളയകാലത്ത് ആ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലും രണ്ടാമത്തെ നിലയിലേക്കും അടക്കം വെള്ളമെത്തിയപ്പോഴും പറവൂരുകാർക്ക് അഭയം നൽകിയ ലാഫിംഗ് വില്ല, അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ സഹായമടക്കം കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തപ്പോൾ തൻ്റെ വീട്ടിൽ അഭയം തേടിയ അവസാനത്തെ പറവൂരുകാരനെയും അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ച ശേഷം മാത്രമേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ എന്ന് വാശി പിടിച്ച ലാഫിംഗ് വില്ലയിലെ സലീം കുമാർ. വേദനയോടെ അല്ലാതെ എങ്ങനെയാ പിന്നെ നമുക്ക് ആ മനുഷ്യനെ ഓർക്കാൻ കഴിയുക? ചിരിപ്പിച്ച മനുഷ്യൻ, നമ്മളെയൊക്കെ കുട്ടിക്കാലം നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച മനുഷ്യൻ. കല്യാണരാമനിലെയും പറക്കും തളികയിലെയും അതുപോലെ സേരി മൂസയിലെയും തിളക്കത്തിലെയും ഒക്കെ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച് അല്ലേ, അവസാനം ഓസ്കാറിൻ്റെ വേദിയിലേക്ക് വരെ ആ മനുഷ്യനെത്തി. ഓസ്കാറിൻ്റെ വേദിയിലെ അതിൻ്റെ പടിവാതിൽക്കൽ വരെ ആ മനുഷ്യൻ്റെ സിനിമയെത്തി. അഭിനയം കൊണ്ട് പലപ്പോഴും നമ്മളെ ചിരിപ്പിച്ചു, പലപ്പോഴും ചിന്തിപ്പിച്ചു, പലപ്പോഴും കരയിപ്പിച്ചു. അവസാനവും കരയിപ്പിച്ച മനുഷ്യൻ വിടവാങ്ങുകയാണ്. നൊമ്പരങ്ങളാണ്, വേദനയാണ്, ദുഃഖമാണ് മനസ്സിൻ്റെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്നത് എന്നുള്ള പ്രത്യേകതയോടുകൂടി. അങ്ങനെയുണ്ടല്ലോ, ചിലരുടെ മരണവാർത്തയൊന്നും നമ്മുടെ മനസ്സിലെ തൊടുക പോലും ചെയ്യില്ല അല്ലേ? എന്നാൽ ചിലരുടെ മരണവാർത്ത നമ്മൾ ഒരിക്കൽ പോലും നേരിട്ട് പോലും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരു ബന്ധം, ഒരു ഹായ്, ഒരു ബായ് ഒന്നും ഉണ്ടാവില്ല. എന്നിട്ടും ഇത്തരം ചില മനുഷ്യരുടെ ജീവിതം നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ വിയോഗ വാർത്ത നമ്മുടെ മനുഷ്യൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ മനുഷ്യൻ അടയാളപ്പെടുത്തിയിട്ട് ചിലതൊക്കെ കോറി വെച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എന്നുള്ളതാ. വിയോജിപ്പുകൾക്കിടയിലും ഈ മനുഷ്യൻ്റെ മരണം വേദനിപ്പിക്കുന്നു മനസ്സിനെ വല്ലാതെ എന്നുള്ളതാണ്.